ചെയർമാൻ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നമുക്കൊപ്പമുണ്ട്. ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, ലത്തീൻ സഭാ നേതൃത്വം കൈമലർത്തുകയാണ്, ഞങ്ങൾക്കിതിൽ പങ്കില്ല, ഞങ്ങൾ സഭാ അംഗമാണ് എന്ന റിപ്പോർട്ട് മാത്രമാണ്, ഇത് പരിശോധിക്കേണ്ടത് റവന്യൂ ഉദ്യോഗസ്ഥർ എന്നാണ്. മറിച്ച് ഇന്നലെ താങ്കൾ കൂടി പങ്കെടുത്ത ചർച്ചയിലാണ് ഈ വിഷയത്തിൽ ഈ വാർത്തയുടെ സ്വഭാവം താങ്കൾ കണ്ടതാണ്. അത് പൂർണ്ണമായും എന്തായാലും ലത്തീൻ രൂപത നിഷേധിക്കുക. താങ്കളുടെ പ്രതികരണം? ഈ ലത്തീൻ രൂപത നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അവർ കൊടുത്ത നിരവധി സർട്ടിഫിക്കറ്റുകൾ നമ്മുടെ കൈവശമുണ്ട്. ഇന്ത്യയിൽ ആയിരക്കണക്കിനുണ്ട്. അവരെല്ലാ മേഖലകളിലും ഈ ജില്ലയിൽ കൂടുതലായിട്ട് അവർ സ്പഷ്ടമായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് ആളുകളെ. അത് അച്ചടി വകുപ്പ് തന്നെ പറഞ്ഞിരിക്കുകയല്ലേ, നാടാർ ഹിന്ദുക്കളെ മാത്രം മാറ്റി തുടർന്ന് ലാത്തിൻ കത്തോലിക്ക സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. ഇതുപോലെ തന്നെ ദളിത് മേഖലയിലും അവർ ചെയ്യുന്നുണ്ട്. പിന്നെ കുറ്റവാളിയായിട്ടുള്ള പ്രതികളാണ് ഈ ഇന്നലെ ക്രിസ്തുദാസ് എന്ന് പറഞ്ഞ ആള് ഈ ചാനലില് പ്രതികരിച്ചു. അയാളാണ് ആ രൂപത ബുള്ളറ്റില് പറഞ്ഞിരിക്കുന്നത്, ഉദ്യോഗങ്ങളില് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിനും ഉദ്യോഗസ്ഥനാവുന്നതിനും ഈ ജാതിയുടെ കാലത്തിൽ ലാത്തിൻ കത്തോലിക്ക എന്ന് എഴുതണം എന്ന ബുള്ളറ്റിൽ താഴെ ഒപ്പിട്ടിട്ടുള്ളത് ക്രിസ്തുദാസാണ്. കുറ്റവാളികളാണ് ഈ ചാനലിന്റെ മുമ്പിൽ വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ബിഷപ്പ് ഈ വില്ലേജ് ഓഫീസർമാരെയും തഹസിൽദാരെയൊക്കെ ഒന്ന് നോക്കണം. പഴയ ഈ പീരീഡുകളിൽ ലാത്തിൻ കത്തോലിക്കാരാണ് ഇരിക്കുന്നവർ പലരും. അവരും ഇതുപോലെ തന്നെ കള്ള സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ജോലി വാങ്ങിച്ചവരാണ്. അപ്പോ കുറ്റവാളി എപ്പോഴും ഇങ്ങനെ തന്നെ പറയും. അല്ല, വിഷ്ണുപുരം ഒരു കാര്യം കൂടി. ഇപ്പോൾ ഈ യൂജിൻ പെരേര, ലത്തീൻ അതിരൂപത, തിരുവനന്തപുരം അതിരൂപതയുടെ വികാരി ജനറൽ, അദ്ദേഹത്തിന്റെ വാക്കുകളാണ് നമ്മൾ അല്പം മുമ്പ് കേട്ടത്. അദ്ദേഹമാണ് പറയുന്നത്, ഞങ്ങൾക്കിതിൽ പങ്കില്ല, ഞങ്ങൾ ഇത് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടത് റവന്യൂ ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞവർ കൈകഴുകുകയാണ്. താങ്കൾ ആരോപിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ റവന്യൂ ഉദ്യോഗസ്ഥർ കൂടി ഉൾപ്പെടുന്ന ഒരു സംവിധാനമാണോ ഈ ഇത്തരത്തിൽ ജാതി മാറ്റ തട്ടിപ്പ് നടത്തുന്നതെന്നാണ് താങ്കൾ ആക്ഷേപിക്കുന്നത്? ഈ സംഘടിതമായിട്ട് ഈ ബിഷപ്പിന്റെ കത്തുണ്ടെങ്കിൽ അതുകൂടി പരിശോധിക്കണമെന്നല്ലേ ഉത്തരവും. പരിശോധന രേഖകളിൽ ഒന്നായി ബിഷപ്പിന്റെ കത്തുകൂടി ഉൾപ്പെടുത്താം. അപ്പോൾ ഈ ബിഷപ്പ് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് പരിശോധന രേഖയായിട്ട് വെച്ച് വില്ലേജ് ഓഫീസർമാർക്ക് കൊടുക്കും. പിന്നെ പേര് മാറ്റും, മതം മാറും. ഇതെല്ലാം ചെറിയ കാര്യമല്ലല്ലോ. ഞാന് കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരാം. ഇവര് രൂപതാ ബുള്ളറ്റ് നേരത്തെ ഇറക്കിയ ഒരെണ്ണത്തില് ഒരു സുവനിയർ, അതിൽ തന്നെ അവര് പറയുന്നുണ്ട് 2 ലക്ഷം രൂപ ലാത്തിൻ കത്തോലിക്ക ഉണ്ടെന്ന്. ഈ നെടുമങ്ങാട് നെയ്യാറ്റിൻകര എവിടെയാണ് കടലുള്ളത്? പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കുള്ള സംവരണം തട്ടിപ്പറിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ ഇവര് സംഘടിതമാണ്, ഇവർക്കെതിരെ ആര് ശബ്ദിക്കാൻ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാർ ഈ ചാനലിൽ ഇതുവരെ ശബ്ദിച്ചായിട്ട് ഞാൻ കേട്ടില്ല. എന്ന് മാത്രമല്ല, നമ്മൾ ഈ വാർത്ത ഉന്നയിക്കുമ്പോൾ ഇത് ഒരു സഭയ്ക്കെതിരായ നീക്കം എന്ന രീതിയിൽ വ്യാഖ്യാനിക്കാനാണ് ശ്രമം. അങ്ങനെയല്ല പറയേണ്ടത്. നെയ്യാറ്റിൻകര രൂപത എന്ന് പറയുന്നത് എന്തുകൊണ്ട് അവർ ഒന്നിച്ചു നിന്നവരല്ലേ? ഈ കടലോരത്തിലെ ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് നെയ്യാറ്റിൻകര പുതിയ നാടാർ രൂപതയിലെ ഉണ്ടാക്കിയത്. അവിടെ ഇരുന്നു കൊണ്ടല്ലേ കുറ്റകൃത്യം ചെയ്യുന്നത്. CSIക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്ന ഒരു ബിഷപ്പ് 2 മാസം കഴിഞ്ഞപ്പോൾ 1947 മുമ്പ് ലാത്തിൻ കത്തോലിക്ക എന്നുള്ള സർട്ടിഫിക്കറ്റ് അവിടെ ഇന്നലെ ന്യൂസ് 8 തന്നെ കാണിച്ചല്ലോ. അപ്പം വ്യാപകമായിട്ട് ഇത് നടക്കുന്നുണ്ട്. ഇത് നടക്കണമെങ്കിൽ ഇന്നോ നാളെ ഞാൻ DGPയെ കാണും. DGPയെ കണ്ടിട്ട് ഈ പ്രതികളുടെ പേരുൾപ്പെടെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെടും. ആ കേസെടുക്കട്ടെ, അന്വേഷിക്കട്ടെ. അല്ല വിഷ്ണുപുരം, യഥാർത്ഥത്തിൽ ലത്തീൻ രൂപത ഒരു വശത്ത് നിൽക്കുന്നു. മറ്റൊന്ന്, ഈ തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്ന റവന്യൂ ഉദ്യോഗസ്ഥരാണ്, അവർ സർക്കാരിൻ്റെ ഭാഗമാണ്. അപ്പോൾ സർക്കാരിന് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈയൊഴിയാൻ കഴിയില്ല എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ഈ സംവരണം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നതിന് കൃത്യമായ ഭരണഘടനാനുസൃതമായ ചില രീതികളുണ്ട്. അത് കൊണ്ടുവന്നതിന് ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെ മറികടക്കുന്ന, അതിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത്. അങ്ങേയറ്റം ഭരണഘടനാ വിരുദ്ധമായ നടപടി തന്നെയാണ് ഇതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ ഉത്തരവാദിത്തം പറയേണ്ടത് ഇതിൻ്റെ സംരക്ഷകരായ സർക്കാർ കൂടിയാണ് എന്ന കാര്യം കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ കൂടി കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകേണ്ടതില്ലേ? ഉറപ്പായിട്ട് സർക്കാരിന് ഇത് വ്യക്തമായിട്ട് അറിയാം. ഈ ഗവൺമെന്റ് അല്ല, ഉമ്മൻചാണ്ടി ഗവൺമെന്റിനും ഇത് വ്യക്തമായിട്ട് അറിയാം. അവർ ചർച്ച ചെയ്തതാണ്. അവർക്കൊക്കെ, ഈ ഗവൺമെന്റുകൾക്കൊക്കെ ഇവരെ വോട്ടായിട്ടുള്ള ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുമുണ്ട്, പ്രത്യുപകാരം അവർ ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഇലക്ഷൻ ഉത്തരവുകൾ ഒരുപാട് ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടുപേരും മൗനം പാലിക്കുന്നു. മൂന്നാമത്തെ BJPയും മൗനം തന്നെ പാലിക്കുന്നു. അല്ലെങ്കിൽ സ്പഷ്ടമായിട്ട് ഇങ്ങനെയുള്ളവർ ആരും രംഗത്ത് വന്നില്ലല്ലോ.
ഇത് വിഷ്ണുപുരം ഒരു കാര്യം കൂടി ഞാൻ ഇടയ്ക്ക് ഇടപെടുകയില്ല, എന്തായാലും പറയാൻ ഒരു കാര്യം കൂടി ഓർത്ത് വന്ന് സൂചിപ്പിക്കുന്നു. അതായത് ഇന്നലെ ഈ വാർത്ത സംപ്രേഷണം ചെയ്യുന്നതിനിടയിൽ ഞങ്ങൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെ ബന്ധപ്പെട്ടു, പ്രധാനപ്പെട്ട വ്യക്തികളെ ബന്ധപ്പെട്ടു, പ്രത്യേകിച്ച് ഈ തീരമേഖലകളിലെ ജനപ്രതിനിധികളെ അടക്കം ബന്ധപ്പെട്ടു, തിരുവനന്തപുരത്തെ കോളമടക്കമുള്ള ഇടങ്ങളിലെ ജനപ്രതിനിധിയെ ബന്ധപ്പെട്ടു. പക്ഷേ ഇവരാരും ഈ വിഷയത്തിൽ നേരിട്ട് പ്രതികരിക്കാൻ ഇപ്പോൾ തയ്യാറാവുന്നില്ല. എന്തുകൊണ്ടാണ് ഇവർ ഈ മടിച്ചു നിൽക്കുന്നതിന്റെ കാരണം? ഇലക്ഷൻ നിൽക്കുമ്പോൾ ഇവർക്കൊരു സ്വഭാവമുണ്ട്. ഇവർക്ക് അവരെ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇലക്ഷൻ സമയത്ത് പതുക്കെ പള്ളികളിൽ വിളിച്ചു പറയും ഇയാളെ തോപ്പിച്ചു എന്നാണ്. ഇപ്പൊ ഞാനും ഇലക്ഷൻ നിന്ന ആളാണ്, എനിക്കിതിലൊന്നും ഭയമില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കോവള ഇലക്ഷൻ നിന്ന സമയത്ത് ഇവരെയൊക്കെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ ഇവരെയൊന്നും തിണ്ണരങ്ങാൻ ഒരു സ്ഥലത്തും പോയില്ല. ഈ ബിഷപ്പ് ഹൗസൊക്കെ ഗൂഢാലോചനയും കുതന്ത്രങ്ങളുടെയും സ്ഥലമാണ്. നെയ്യാറ്റിങ്കര ബിഷപ്പ് ഹൗസ് എന്ന് പറയുന്നത് അവര് കൃത്രിമ കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരാളാണ്. ക്രിസ്തുവാസ് അച്ഛനൊക്കെ ചെയ്തിട്ടുള്ള എത്രയോ സർട്ടിഫിക്കറ്റുകളും കള്ള സർട്ടിഫിക്കറ്റുകളും പാവങ്ങളെ വഴിയാതെ എത്ര എണ്ണത്തിനാക്കി. ഭയങ്കര ബിഷപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവരും അങ്ങ് പഞ്ചമുക്ക അടക്കി നിൽക്കുകയില്ലേ. ഒരു ക്രിമിനൽ കുറ്റം നടക്കുന്ന ഒരു സെന്ററാണ്. ആ സെന്ററിനെതിരെ കേസെടുക്കേണ്ടത് ഗവൺമെന്റിന്റെ ആവശ്യമാണ്. അതിന് ഞങ്ങൾ DGP കാണും. ഞാൻ നേരിട്ട് ഇന്നല്ലെങ്കിൽ നാളെ DGP കണ്ട് പേര് സഹിതം കൊടുത്ത് കേസെടുക്കണമെന്ന് ആവശ്യപ്പെടും. കേസെടുത്തില്ലെങ്കിൽ കോടതിയിൽ പോവും. മതം മാറ്റം ഉൾപ്പെടെ നടന്നിരിക്കുകയാണ്. NIക്ക് കേസെടുക്കാം. കേന്ദ്രത്തിൽ പോയി അംശയെ കണ്ടായാലും ഈ കേസ് എടുപ്പിക്കും. വെറുതെ വിടൂല. അതെ, ഇതിപ്പം താങ്കൾ ആരോപിച്ചത് നെയ്യാറ്റിങ്കര രൂപതയുടെ കീഴിൽ മാത്രമാണോ നടത്തിയിരിക്കുന്നത്? അതിനപ്പുറമുള്ള മേഖലകളിൽ ഈ ഉണ്ട്. തിരുവനന്തപുരം ഇന്ന് യൂജിൻ ബരോറ പറഞ്ഞല്ലോ, അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ. അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഈ രണ്ടിന്റെ കാര്യം എനിക്കറിയാം. മറ്റു 12-ൽ 10 രൂപതയും പ്രശ്നമല്ല. അവരവരുടെ കാര്യങ്ങൾ നോക്കണയാണ്. വിശ്വാസങ്ങൾ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഇതൊരു കടുത്ത ദോഷമായിപ്പോയി. ഗസറ്റ് വിജ്ഞാപനം ചെയ്യുക, ആദ്യം അച്ഛനും അമ്മയും കൂടി തിരുത്തി കഴിഞ്ഞാൽ അടുത്ത് ലാത്തിൻ കത്തോലിക്കാവും. ഒരു സംഘടിതരുടെ എണ്ണം പറഞ്ഞാണ് ആനുകൂല്യം വാങ്ങിക്കണത്. കോളേജ് വാങ്ങിക്കും. ഇവിടെ പല കോളേജുകളും ഒരു വാങ്ങിച്ചില്ലേ, ഇങ്ങനെ എണ്ണം പറഞ്ഞില്ലേ. അപ്പൊ ഇന്നലെ ഒരു തന്റേടമായിട്ട് ഒരു അച്ഛൻ രംഗത്ത് വന്നല്ലോ. പോങ്ങുമൂട് പള്ളിയിലെ അച്ഛനാണ്, LCയുടെ. പരസ്യമായിട്ട് അദ്ദേഹം പറഞ്ഞില്ലേ, നോയിക്കോളിനും ഒരു മാസത്തിനകത്ത് അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു ജില്ലയിലെടുത്തങ്ങ് അടിക്കും ഈ അച്ഛനെ. ആരെങ്കിലും ഇവർക്ക് ഏരിയ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അവർ തകർക്കും. അത് ഇവരുടെ ഒരു ഇതാണ്. ഇവരെന്നും ബിഷപ്പായിട്ടും മോഡറേറ്ററായിട്ട് ക്രിസ്തു കാര്യം വഞ്ചകന്മാരാണ്. അത് രാഷ്ട്രീയക്കാർ തൊഴുതുകൊണ്ടിരിക്കും. അവൻ വോട്ട് ആവശ്യം. ഇനിയിപ്പോ എന്താണ് ചെയ്യുക? ഞങ്ങള് മന്ത്രിമാരുടെ പ്രതികരണത്തിന് കൂടി ശ്രമിച്ചിട്ടുണ്ട്. മന്ത്രിമാരുടെ ശ്രദ്ധയിലേക്ക് വിഷയം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ വാർത്തയുടെ വിശദാംശങ്ങളൊക്കെ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു പ്രതീക്ഷിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട കേരള മിനിസ്റ്റർ വന്നതിന് ശേഷം ഇത് കുറച്ച് കാര്യങ്ങൾ അവർ മുമ്പോട്ട് നീക്കിയിട്ടുണ്ട് പരാതി കൊടുത്തപ്പോൾ. അതുകൊണ്ട് അവർക്ക് ഇപ്പൊ സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല. അതുകൊണ്ട് അവരിപ്പോ ഒപ്പ് ശേഖരിച്ചു, മുഖ്യമന്ത്രിക്ക് കൊടുത്തു. അതിൽ പറഞ്ഞ ആവശ്യം എന്തെന്നറിയോ? ബിഷപ്പിന് തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള അവകാശം കൊടുക്കാം. വില്ലേജ് ഓഫീസർ ജോലി ബിഷപ്പ് ചെയ്യാമെന്നാണ്. എങ്കിൽ PSC ടെസ്റ്റ് എഴുതി ബിഷപ്പ് വില്ലേജ് ഓഫീസറോ തഹസിൽദാർ ആയ പോരെ? അതിന് 1000 ലക്ഷക്കണക്കിന് ആളുകളെ കൊണ്ട് ഒപ്പിടിപ്പിച്ചിരിക്കുന്നു കൃത്രിമത്തിന് വേണ്ടി. താങ്കൾ ഒന്ന് തുടരുക. നമ്മൾ ഇന്നലെ ഈ വിഷയത്തിൽ, അതായത് ഇപ്പോൾ നിലവിൽ സഭാ നേതൃത്വം കൊടുക്കുന്ന ശുപാർശക്കത്ത്, ജാതി സർട്ടിഫിക്കറ്റ്, പിന്നീട് അതിൻ്റെ അന്തിമ സർക്കാർ രൂപം പരിശോധിക്കേണ്ടത് വില്ലേജ് ഓഫീസുകൾ, റവന്യൂ ഉദ്യോഗസ്ഥർ തന്നെയാണ്. അതിൽ ഒരു പരിശോധന വേണം, പൂർണ്ണ അധികാരം അത് സഭയ്ക്ക് തന്നെ വിട്ടു നൽകണം എന്ന ഒരു വാദം കൂടിയാണ് ഇന്നലെ ചർച്ചയിൽ യഥാർത്ഥത്തിൽ ഉയർത്തപ്പെട്ടത്. നെയ്യാറ്റിങ്കര രൂപതാ ബിഷപ്പ് തന്നെയാണ് ഈ ഒരു ആവശ്യം ഉന്നയിച്ചത്.